അനുദിന വിശുദ്ധർ ജനുവരി 9 വിശുദ്ധരായ ജൂലിയനും ബസിലിസായും. ഈജിപ്തിലാണ് വിശുദ്ധരായ ജൂലിയനും ബസിലിസായും ജീവിച്ചിരുന്നത്. വിവാഹബന്ധത്തിലൂടെ ഒന്നായെങ്കിലും പരസ്പര സമ്മതത്തോടെ ബ്രഹ്മചാര്യപരവും ആശ്രമതുല്യവുമായ ജീവിതമാണ് ഇവർ നയിച്ചിരുന്നത്. തങ്ങളുടെ വരുമാനം മുഴുവൻ പാവങ്ങളെയും രോഗികളെയും സഹായിക്കുവാൻ അവർ ചെലവഴിച്ചു. തങ്ങളുടെ ഭവനത്തിൽ വരുന്ന പാവപ്പെട്ടവർക്ക് താങ്ങും തണലുമായി അവർ സ്വഭവനത്തെ ഒരാശുപത്രിയാക്കി മാറ്റാൻ മടിച്ചില്ല. ആശുപത്രിയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ താമസ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ പൊതുവായിട്ടുള്ള മേൽനോട്ടം വിശുദ്ധ ജൂലിയനും സ്ത്രീകളുടെ താമസ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെല്ലാം വിശുദ്ധ ബസിലിസായുമായിരുന്നു നോക്കി നടത്തിയിരുന്നത്. ഇവരുടെ ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സ്വജീവിതം ഒഴിഞ്ഞുവയ്ക്കുവാൻ ധാരാളം പേർ തയ്യാറായി. ക്രൂരമായ 7ഓളം പീഡനങ്ങൾ മറികടന്നതിന് ശേഷമായിരുന്നു വിശുദ്ധ ബസിലിസ ശാന്തമായി മരിച്ചത്. വിശുദ്ധ മരിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ ജൂലിയൻ 7 ക്രൈസ്തവ വിശ്വാസികൾക്കൊപ്പം രക്തസാക്ഷിത്വ മകുടം ചൂടി. പാശ്ചാത്യ പൗരസ്ത്യ നാടുകളിലെ ഭൂരിഭാഗം ദേവാലയങ്ങളും ആശുപത്രികളും വിശുദ്ധരായ ജൂലിയൻ ബസിലിസായുടെ നാമധേയത്തിലുള്ളവയാണ്. വിശുദ്ധ ജൂലിയൻ്റെ നാമധേയത്തിലുള്ള റോമിലെ 4 പള്ളികളും പാരീസിലെ 5 പള്ളികളും വിശുദ്ധ ജൂലിയൻ ദി ഹോസ്പിറ്റലേറിയനും രക്തസാക്ഷിയും എന്ന പേരിലാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മഹാനായ വിശുദ്ധ ഗ്രിഗറിയുടെ കാലത്ത് വിശുദ്ധ ജൂലിയൻ്റെ തലയോട്ടി കിഴക്കിൽ നിന്നും ഫ്രാൻസിലേക്ക് കൊണ്ടുവരികയും ബ്രൂണഹോൾട്ട് രാജ്ഞിക്ക് നൽകുകയും ചെയ്തു. രാജ്ഞി ഇത് എറ്റാംസിൽ താൻ സ്ഥാപിച്ച ഒരു കന്യകാമഠത്തിന് നൽകി. ഇതിൻ്റെ ഒരു ഭാഗം പാരീസിലെ വിശുദ്ധ ബസിലിസ ദേവാലയത്തിൽ ഇന്നും വണങ്ങിക്കൊണ്ടിരിക്കുന്നു.